ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ നിന്റെ അതുപോലെ തന്നെ നിങ്ങളുടെ എന്ന് ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിന്റെ എന്നാണെന്നുണ്ടെങ്കിൽ തേര, തേരി, തേരെ ഇങ്ങനെ 3 വേരിയേഷൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ എന്നാണെങ്കിൽ തുംഹാര, തുംഹാരി, തുംഹാരെ ഇങ്ങനെ 3 വേരിയേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തേര, തേരി, തേരെ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത് എന്ന് നോക്കാം. ഇവിടെ നിന്റെ മകൻ എന്ന് പറയുമ്പോൾ തേര ബേട്ട, നിന്റെ മകൾ തേരി ബേട്ടി, നിന്റെ മക്കൾ, മക്കൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, ആണാണോ പെണ്ണാണോ എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാകുന്നില്ല. അപ്പോ തേരെ ബച്ചേ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവസാനത്തെ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്? തേരെ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ചിട്ട് പറയുമ്പോഴാണ്, അല്ലെ? മക്കൾ എന്ന് വന്നപ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേല് തേര എന്ന് ഉപയോഗിക്കാനായിട്ടുള്ള കാരണം നിന്റെ മകൻ അതൊരു ആൺകുട്ടീനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു വ്യക്തിയല്ല, ഒരു ഒബ്ജക്റ്റ് ആണ്, ഇപ്പൊ ഒരു ബുക്കാണ് അല്ലെങ്കിൽ ഒരു പെന്നിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും നിന്റെ പെൻ, നിന്റെ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ തേര കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് എന്താണ്, അത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ എന്ന് നോക്കിയിട്ടാണ് എന്ത് വരുന്നത്, തേര ആണോ തേരി ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ. ഇവിടെ പക്ഷെ വ്യക്തികളെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സ്ത്രീലിംഗം പുല്ലിംഗം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രാക്ടീസിലൂടെ വരുന്നതാണ്. അത് നമുക്ക് പതിയെ പതിയെ പഠിക്കാം. ആദ്യം നിങ്ങൾ വ്യക്തികളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കൂ കേട്ടോ. അപ്പോ ആദ്യത്തെ സെറ്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റിലേക്ക് കടക്കാം. അപ്പോ നിങ്ങളുടെ മകൻ എന്ന് വെച്ച് കഴിഞ്ഞാല് തുംഹാര ബേട്ട, നിങ്ങളുടെ മകൾ തുംഹാരി ബേട്ടി, നിങ്ങളുടെ മക്കൾ തുംഹാരെ ബച്ചെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഈ നീ എന്ന് പറയുന്ന വ്യക്തി അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് ബാധകല്ല. പക്ഷെ അവരുടെ എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന അനുസരിച്ചിട്ടാണ് ഈ വേരിയേഷൻസ് വരുന്നത്. അപ്പോ ഇന്നത്തെ ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ സഹോദരി അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരി എന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഹിന്ദിയിൽ ആ ഒരു സെന്റൻസ് വരിക എന്ന് താഴെ എഴുതുക കേട്ടോ. അപ്പൊ സഹോദരിയുടെ ഹിന്ദി വേർഡ് എന്ന് പറയുന്നത് ബെഹൻ എന്നുള്ളതാണ്. അപ്പൊ താഴെ ഒന്ന് എഴുതണേ എല്ലാരും.